എനിക്ക് പിന്നെ ഞാൻ എന്നൊരു കാര്യം പറയാം, താങ്കൾ പറയുന്നത് ഞാൻ പറയാം. എന്തുട്ടാന്ന് കാര്യം സംഗതി ലൈവാണ് ബൈ. ഈ അലിൻജോസ് പെരേര വിവാഹം നിങ്ങൾക്ക് ഒരു നാണം തോന്നില്ലേ? എനിക്ക് നാണിക്കേണ്ട ആവശ്യമില്ല. ഇത്തരം എന്താ കാര്യം? അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. ഓൾറെഡി മാരീഡ് ആണ്. അപ്പോ എന്താ ഭർത്താവ് എന്താ ചെയ്യുന്നത്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കട്ട് ചെയ്യേ. എന്റെ ഫാമിലിയെ കുറിച്ച് ചോദിക്കണ്ട, കട്ട് ചെയ്യേ. വ്യക്തിപരമായ ആക്ഷേപം പാടില്ല. കാരണം എന്താണെന്നറിയാമോ, എനിക്കിത് ഇഷ്ടമില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ തിയേറ്ററിന് ഫണ്ടിൽ പോയി കാണിക്കുക, അമ്പലത്തിന് ഫണ്ടിൽ കിടന്നാണ് ഇത്തരത്തിലുള്ള കോപ്രായം കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഇത് ഫോട്ടോഷൂട്ട് ആണെന്ന് പറയുന്നത്. നോക്കിക്കോ, ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശീല മാറാൻ പോവുകയാണ്. മലയാളികൾ മുഴുവൻ മണ്ടന്മാരാണെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? പിന്നെ അപ്പൊ ഇതെന്ത് ഗിമ്മിക്കാണ്? ഇതെന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. ഇതിലൂടെ നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത്? ചൂടാവുന്ന സാമാന്യമായ രീതിയിൽ ചോദ്യം ചോദിച്ചു. ചൂടാകുന്നല്ലോ ഇത്. ചേട്ടാ ചൂടാവല്ലേട്ടാ, ഇങ്ങനെ ചൂടാവണല്ല, എന്റെ ടോൺ ഇങ്ങനെയാടാ. ഞാൻ നിങ്ങൾക്ക് അഡ്വൈസ് അല്ല തരുന്നത്, നിങ്ങൾക്ക് ഉപദേശം തരാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്റെ അഭിപ്രായങ്ങൾ ഇവിടെ തുറന്നു പറയാനാണ് ഞാൻ ഇരിക്കുന്നത്. അതും കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. അതായത് അമ്പലത്തിൽ കാണിച്ചത് ശുദ്ധ പോക്രിത്തരം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. തെമ്മാടിത്തരമല്ലേ? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാടിത്തരം ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? എന്താ നിങ്ങൾ പറഞ്ഞ പോക്രിത്തരോ? അത് എന്റെ നാട്ടിൽ വലിയൊരു തെറിയാണ്. പോക്രിത്തരം ഏതാ നിന്റെ രാജ്യം? കോഴിക്കോടെ. കുതിരവട്ടമല്ലല്ലോ. നിർത്തിയിട്ട് പോണം, അല്ലാതെ വീണ്ടും നിർത്തുവാന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ ഞാൻ എന്നൊരു കാര്യം പറയാം, താങ്കൾ പറയുന്നത് ഞാൻ പറയാം. അവൻ മതം പൊട്ടി നിൽക്കുന്ന ആനയാണ്. രണ്ട് തേങ്ങെങ്കിലും കുത്തി മറിക്കാതെ അവൻ അടങ്ങില്ല. കൺക്ലൂഷൻ പറയണ്ടേ? ഈ വന്നപ്പോ താങ്കൾ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? നീ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ നീ എന്നൊന്നും എന്നെ അഭിസംബോധന ചെയ്യണ്ട. ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. ഇതൊരു നടക്ക് പോണ കേസല്ല. ചൊറിയാൻ നിൽക്കുന്നത്. അതുകൊണ്ട് എന്ത് ചൊറിഞ്ഞു? എവിടെ ചൊറിഞ്ഞു? ലേഡിയല്ലേ? ലേഡിയുടെ എന്താ നീ ഇപ്പോഴും ഇവിടെ ഉണ്ടോ? താങ്കളോട് നിൽക്കൂ. താങ്കൾക്ക് ചോദ്യം ആ മയക്കെങ്കിലും തന്നിട്ട് പോവോ? പിന്നെ നാണക്കെടുത്തി. പിന്നെ കള്ളത്തരമല്ലേ? താങ്കൾ വിവാഹം കഴിച്ചു എന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയ മുഴുവൻ പറഞ്ഞിട്ട് താങ്കൾ കാണിച്ച കള്ളത്തരമല്ലേ? പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വന്നവര് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് ആ കാര്യങ്ങളുടെ പോക്ക് പോന്നു. അല്ലെങ്കിൽ മാന്യമായിട്ട് ഇത് അവസാനിപ്പിക്കാമല്ലോ. പിന്നെ എന്താ ഞാൻ ഇപ്പൊ ചെയ്തത്? അല്ല, ഞാൻ ചെയ്ത തെറ്റെന്താണ് പറഞ്ഞത് കേട്ടോടാ. ഇല്ലെങ്കിൽ എന്റെ കയ്യിലെ ചൂട് നീ അറിയോ? നല്ല തണുപ്പാണല്ല. തർക്കുത്തരം പറയുന്നോടാ. നിന്നെയൊക്കെ ഞാൻ കാണിച്ചു.